അടുത്തതായി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ കെ സത്യപാൽ, പ്രസിഡന്റ് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളോടൊപ്പം പങ്കുചേരാനായി ക്ഷണിക്കുന്നു. സർ പ്ലീസ്. പ്രിയമുള്ള അധ്യക്ഷൻ, ഏറെ ബഹുമാനായിട്ടുള്ള ശ്രീ ശശികുമാർ സാറ്, വേദിയിലുള്ള ഏറ്റവും ബഹുമാനായിട്ടുള്ള ശ്രീ പത്മശ്രീ ശ്രീ കെ മുഹമ്മദ് സാർ, മുൻ ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഓരോരുത്തരുടെയും പേര് ഞാൻ പറയുന്നില്ല, വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായവരെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. സനൽകുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ വെങ്ങനാടിന് ലഭിച്ച ഒരു അപൂർവ നിധിയാണ് സനൽകുമാർ. ശിലായുഗകാലത്തെ പല നിധികുംഭങ്ങളും കണ്ടെത്തുകയും അതേക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളുമൊക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സനൽകുമാർ വെങ്ങനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാനമാണ്. ഈ രംഗത്ത് വളരെ കാലമായി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ ആദ്യമ ചരിത്രം പാലക്കാടൻ ഭൂമിയിലൂടെ എന്ന ഈ കൃതി ഒരുപക്ഷെ ഈ രംഗത്ത് ചരിത്ര അന്വേഷകരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുസ്തകം വായിച്ചതിന് ശേഷം ആധികാരികമായി അഭിപ്രായം പറയുന്നതായിരിക്കും ശരി എന്നതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സ്വാഗതപ്രാസംഗികൻ ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി. ശ്രീ KP രമേശ് ഇത് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു എന്ന്. അത്തരമൊരു കാര്യം ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ തന്നെ ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് പ്രിൻറ്റിങ് പൂർത്തിയായതിന് ശേഷമാണ് ഇങ്ങനെയൊരു പ്രകാശനം നടക്കാൻ പോകുന്നു എന്ന് സനൽകുമാർ മാഷ് എന്നോട് പറയുമ്പോഴാണ് ഈ കാര്യം ഞാൻ അറിയുന്നത്. ഇതുപോലുള്ള സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ ഇടപെടുന്ന ഒരു പഞ്ചായത്താണ് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് എന്ന കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വാർഡിലൊരു വായനശാല എന്ന ഒരു സംവിധാനം, ഒരു പദ്ധതി ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയത് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്താണ്. എന്തുകൊണ്ടോ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പലപ്പോഴും വായനശാല കൊണ്ടൊന്നും ലാഭകരമായ ഒരു കച്ചവടമല്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം പലരും അതിന് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമ്പന്നമായ ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പൈതൃകമുള്ള നാടാണ് നമ്മുടേത്. തീർച്ചയായും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ശിലാരേഖകളൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സുന്ദര ഗ്രാമം ഒരു പൈതൃക ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെടണമെന്ന് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊണ്ടുവന്നിരുന്നു എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. നമുക്കതിനു വേണ്ടി ശ്രമകരമായ ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥകാരനും അതുപോലെ തന്നെ ഗ്രന്ഥം തീർച്ചയായും വായിക്കപ്പെടട്ടെ എന്നും ഗ്രന്ഥകാരന് കൂടുതൽ കരുത്തോടുകൂടി എഴുതാനുള്ള ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.